CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ വിവാദ പ്രസ്താവനയെ ചൊല്ലി പാർട്ടിയിൽ രൂപപ്പെട്ട അസാധാരണമായ ആഭ്യന്തര കലഹം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാലനെ പ്രതിരോധിക്കുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പരസ്യമായി തള്ളിപ്പറയുന്ന സാഹചര്യം CPMലെ ആശയക്കുഴപ്പത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിലുള്ള ഒരു തുറന്ന പോരിനാണ് AK ബാലന്റെ പ്രസ്താവന കാരണമായിരിക്കുന്നത്. രാഷ്ട്രീയ ശത്രുക്കളെ നേരിടുന്നതിനേക്കാൾ പാർട്ടിക്കുള്ളിലെ വ്യത്യസ്ത ധ്രുവങ്ങളെ ഏകോപിപ്പിക്കാൻ പാടുപെടുന്ന CPMനെയാണ് ഈ സംഭവം വരച്ചു കാട്ടുന്നത്. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകേണ്ടി വരുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുമുള്ള ബാലന്റെ വാക്കുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് AK ബാലൻ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. മാറാട് കലാപം പോലുള്ള വൈകാരികമായ വിഷയങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാനായിരുന്നു നീക്കം. എന്നാൽ ഒരു മതസംഘടനയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകേണ്ടി വരുമെന്ന പരാമർശം രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്നും അനാവശ്യ ഭീതി പരത്തുന്നതാണെന്നും ആരോപണം ഉയർന്നു. ഈ വിവാദത്തിൽ AK ബാലനെ പൂർണ്ണമായും ന്യായീകരിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. തന്റെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ബാലന്റെ വാക്കുകളെ പ്രതിരോധിച്ചു. വർഗീയതയെ എതിർക്കുന്നവർ പഴയ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഇന്നത്തെ കേരളമല്ല അന്ന് ഉണ്ടായിരുന്നതെന്നും വർഗീയ ധ്രുവീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ ബാലൻ പറഞ്ഞ കാര്യങ്ങളിൽ ഗൗരവമുണ്ടെന്ന സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയത്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദൻ സ്വീകരിച്ച നിലപാട് മുഖ്യമന്ത്രിയുടെ ഇതിന് നേർവിപരീതമാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വെച്ച് അദ്ദേഹം ബാലനെ രൂക്ഷമായി വിമർശിച്ചു. ബാലന്റെ പ്രസ്താവന അസംബദ്ധമാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം പാർട്ടി ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകൾക്കൊപ്പമല്ലെന്ന സന്ദേശമാണ് നൽകിയത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ന്യൂനപക്ഷ വോട്ടുകളെ അകറ്റാൻ മാത്രമേ ഇത്തരം പ്രസ്താവനകൾ സഹായിക്കൂ എന്ന പ്രായോഗിക രാഷ്ട്രീയം ഗോവിന്ദൻ ഉയർത്തിക്കാട്ടി. മുഖ്യമന്ത്രി ബാലനെ ന്യായീകരിച്ച അതേ ദിവസം തന്നെ സെക്രട്ടറി തള്ളിപ്പറഞ്ഞത് CPMലെ നേതൃത്വപരമായ ഭിന്നതയെ തെരുവിലെത്തി ച്ചിരിക്കുകയാണ്. AK ബാലന്റെ സ്വന്തം ജില്ലയായ പാലക്കാട് നടന്ന പാർട്ടി യോഗത്തിലും വിമർശനം അതിരൂക്ഷമായിരുന്നു. ബാലൻ വായ തുറന്നാൽ പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടുകൾ കൂടി ഇല്ലാതാകുമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായം. നിലവിൽ പാർട്ടിയിൽ നിർണായകമായ ഭരണപരമായ ചുമതലകളൊന്നും ഇല്ലാത്ത ബാലൻ എന്തിനാണ് എല്ലാ ദിവസവും മാധ്യമങ്ങളെ കണ്ട അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നതെന്ന ചോദ്യവും ഉയർന്നു. മതസംഘടനകളെ വിമർശിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മിതത്വം പാലിച്ചില്ലെന്നും ഇത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും കമ്മിറ്റി വിലയിരുത്തി. ബാലൻ വിവാദത്തോടൊപ്പം തന്നെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന മറ്റൊരു പ്രധാന ആവശ്യമാണ് PK ശശിയെ പുറത്താക്കണമെന്നത്. KTDC ചെയർമാനായ ശശിക്കെതിരെയുള്ള സാമ്പത്തിക ആരോപണങ്ങളും വിഭാഗീയതയും പാർട്ടിയെ നാണം കെടുത്തുന്നുവെന്ന് അംഗങ്ങൾ ആരോപിച്ചു. ശശിയെ വർഗവഞ്ചകരെന്ന് വിളിച്ച അംഗങ്ങൾ ഇനിയും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് പാർട്ടിയുടെ അടിത്തറ തകർക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. ബാലൻ ശശിയെ സംരക്ഷിക്കുന്നുവെന്ന ഒരു നിഗൂഢമായ ആരോപണം കൂടി ഇതിനിടയിൽ പുകയുന്നുണ്ട്. പിണറായി വിജയന്റെ കടുത്ത നിലപാടുകളും MV ഗോവിന്ദന്റെ സംഘടനാപരമായ നിലപാടുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലായി ഇതിനെ പലരും കാണുന്നു. മുഖ്യമന്ത്രി ഭരണപരമായ കാര്യങ്ങളിൽ വർഗീയ വിരുദ്ധത കടുപ്പിക്കുമ്പോൾ താഴെത്തട്ടിൽ വോട്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് സെക്രട്ടറി. ഈ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഭിന്നത CPMനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമല്ല. AK ബാലന്റെ പ്രസ്താവന CPMനെ ഒരു അഗ്നിപരീക്ഷയിലാണ് എത്തിച്ചിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ ഭിന്നത പുറത്തായതോടെ പ്രതിപക്ഷമായ UDF ഇത് വലിയ ആയുധമാക്കിയിട്ടുമുണ്ട്. ഒരു വശത്ത് മുഖ്യമന്ത്രി ബാലനെ സംരക്ഷിക്കുമ്പോൾ മറുവശത്ത് പാർട്ടി സെക്രട്ടറി തള്ളുന്നത് അണികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടി വരും. ബാലനെ തിരുത്താൻ പാർട്ടി തയ്യാറാകുമോ അതോ മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെ പാർട്ടിയും അംഗീകരിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.